I am Ennemcien. Varignon's theorem ഉപയോഗിച്ച് റിസൾട്ടൻ്റ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പാരലോഗ്രാം ലോ വെച്ച് കാണും. അതിൻ്റെ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഇതെവിടെയാണ് ഈ റിസൾട്ടൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നറിയുന്നതിന് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്യണം. അത് കാണിക്കാനുള്ള ഒരു പ്രോബ്ലമാണിത്. A rectangular plate ABCD is subjected to forces as shown in the figure. Determine the magnitude, direction and point of application of the resultant force with respect to the point A. ഇതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇതാണ്. ABCD rectangular plate. ഇവിടെ 300 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ, 800 ന്യൂട്ടൺ, 500 ന്യൂട്ടൺ. ഇതിൻ്റെ ആംഗിളും ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോമെൻറ്റും തന്നിട്ടുണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ജോലി ഈ ചരിഞ്ഞിരിക്കുന്ന, അപ്പോൾ ഇത് ഹൊറിസോണ്ടലായിട്ടുള്ള നമുക്ക് എക്സ് ഡയറക്ഷൻ എന്നെടുക്കാം, വെർട്ടിക്കലായിട്ടുള്ള വൈ ഡയറക്ഷൻ എന്നെടുക്കാം, അല്ലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് വേണേൽ എടുക്കാം, എങ്ങനെ വേണേൽ എടുക്കാം. ആദ്യം ഇതിനെല്ലാം റിസോൾവ് ചെയ്യണം. ഈ ആംഗിള് തന്നിട്ടുള്ളതിനെല്ലാം അങ്ങ് റിസോൾവ് ചെയ്യുക. 300-ന് ഇങ്ങോട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്, ആംഗിളിനോട് ചേർന്ന് വരുന്ന കോസാണ്. അപ്പോൾ 300 cos 60, ഇത് 300 sin 60, ദിസ് ഈസ് 200 cos 40, ഇങ്ങോട്ട് 200 sin 40. 800 റിസോൾവ് ചെയ്യേണ്ട, അത് വൈ ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ ആണ് ഫോഴ്സ് എങ്കിൽ റിസോൾവ് ചെയ്യേണ്ട. ഇതിന് രണ്ടിനും ചരിഞ്ഞാണെങ്കിൽ മാത്രം റിസോൾവ് ചെയ്യുക. അടുത്തത് 500, ഇത് 30 ഡിഗ്രിയാണ്. ഇങ്ങോട്ട് 500 cos 30, ഇങ്ങോട്ട് 500 sin 30. ഇതിങ്ങനെ റിസോൾവ് ചെയ്ത് എടുക്കുക. ഇനിയും എക്സ് പ്രൊജക്ഷൻസിൻ്റെ എല്ലാം കൂടെ സം എടുക്കണം. ക്യാപിറ്റൽ എക്സ്, റൈറ്റിലോട്ടുള്ള എല്ലാം പ്ലസും ലെഫ്റ്റിലോട്ടുള്ള എല്ലാം മൈനസും എടുക്കണം ഒരു എക്സിൻ്റെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് പ്ലസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത്രയും ഫോഴ്സസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 300 cos 60 പ്ലസ് 200 sin 40 മൈനസ് 500 cos 30. ഇതാണ് ഇതിൻ്റെ റിസൾട്ടൻ്റ് ഓൾജിബ്രായിക് സം. അതായത് ഈസ് മൈനസ് എന്ന് വരുന്നുണ്ട്, മൈനസ് 154.6 ന്യൂട്ടൺ, 154 മൈനസ് 154.6 ന്യൂട്ടൺ എന്ന് കിട്ടി. അടുത്തത് ഇതുപോലെ വൈ പ്രൊജക്ഷൻ്റെ എല്ലാം കൂടെ എടുക്കണം. അപ്വേർഡ് എല്ലാം പ്ലസ്, ഡൗൺവേർഡ് എല്ലാം മൈനസ്. അപ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് മൈനസ്, 3 ഫോഴ്സസ്. അപ്പോൾ 300 sin 60 പ്ലസ്, ഇത് പ്ലസ്, മൈനസ് 200 cos 40 മൈനസ് 800 എന്ന് വരും. മൈനസ് 200 sin 30. ഇത്രയാണ് വരുന്നത്. അതിൻ്റെ ആൻസർ മൈനസ് 943.4 ന്യൂട്ടൺ. അപ്പോൾ ഈ എക്സും വൈയും നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയും ഫോഴ്സസിനെ നമുക്കിപ്പോൾ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഫോഴ്സസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അത് മാറ്റി വരയ്ക്കാം. റിസൾട്ടൻ്റ് എക്സ് എല്ലാം കൂടെ നെഗറ്റീവാണ് കിട്ടിയ, അപ്പോൾ അത് ലെഫ്റ്റിലോട്ട് വേണം വരയ്ക്കാൻ, 154.6. റിസൾട്ടൻ്റ് വൈ എല്ലാം കൂടെ എടുത്തപ്പോൾ അപ്പോഴും മൈനസാണ് കിട്ടിയേ, അപ്പോൾ താഴോട്ടായിരിക്കണം ഇത്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ പൈതഗോറസ് എടുത്താൽ മതി. R = x² + y². ദാറ്റ് ഈസ് 955.9 ന്യൂട്ടൺ എന്ന് വരും.
ഇതിൻ്റെ ആംഗിൾ ഫൈ കാണാം. ഇവിടുന്ന് tan phi equals this by this. This is nothing but 943.4. അപ്പോൾ tan phi equals 943.5 divided by 154.6. അടുത്ത phi is tan inverse this. You will get it as 80.7 degree. ഇനിയും അപ്പോൾ റിസൾട്ടൻറ്റും മാഗ്നിറ്റ്യൂഡും കിട്ടി, അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇനി ഇത് എവിടെയാണ് ഇക്വലൻ്റായിട്ട് ഇത് ആക്ട് ചെയ്യപ്പെടുന്നത്? ഇങ്ങനെ ഒരു ഫോഴ്സ്, സിംഗിൾ ഫോഴ്സ് ഉണ്ട്, ഇത് എവിടെ ആക്ട് ചെയ്യണം, അപ്ലൈ ചെയ്യണമായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഈ ഫോഴ്സ് ഇതിന് പാരലായിട്ട് ഈ ഫിഗറിലോട്ട് മാറ്റി നമ്മൾ വരയ്ക്കുന്നു. ഇത് ഫൈ, അപ്പോൾ ഇതും ഫൈ. 10 ന്യൂട്ടൺ ഇവിടെ, 10 ന്യൂട്ടൺ മീറ്റർ ഇവിടെ മോമെൻ്റ് ഉണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട്. ഇതിൽ ഈ റിസോൾവ് ഫോഴ്സസ് ആയി കാണിച്ചിരിക്കുന്നത്, ഇതിൽ 300 sin 60 ഈ ഫോഴ്സ്, 300 cos 60 എന്ന് പറയുന്ന ഈ ഫോഴ്സ്, 200 sin 30, 500 sin 30 എന്ന് പറയുന്ന ഈ ഫോഴ്സ്, ഈ 3 ഫോഴ്സസും എയിൽ കൂടാണ് അതിൻ്റെ ലൈൻസ് ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത്. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഈ 3 ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടി കടന്നു പോവുക. അപ്പം എ മോമെൻ്റ് സെൻറ്ററായിട്ട് എടുത്താൽ ഈ 3 ഫോഴ്സസിനും മോമെൻ്റ് ഇല്ല. മോമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി റെഫറൻസ് പോയിൻ്റ് എന്നാണ്. അപ്പോൾ ആ പോയിൻറ്റിൽ കൂടെ തന്നെയാണ് ലൈൻ ഓഫ് ആക്ഷൻ കടന്നു പോകുന്നെങ്കിൽ പിന്നെ ദൂരം ഇല്ലല്ലോ. എഫ് ഇൻറ്റു ആർ, അപ്പോൾ അവിടെ 0യാ. ആ പോയിൻറ്റിൽ കൂടെ തന്നെയാണ് ഈ ഫോഴ്സസിൻ്റെ ലൈൻസ് ഓഫ് ആക്ഷൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിനെ ബേസ് ചെയ്ത് മോമെൻറ്റ് കാണുമ്പോൾ ഈ 3 കമ്പോണൻസിൻ്റെയും മോമെൻറ്റ് 0യാ. പിന്നെ ബാക്കി നമുക്കുള്ളത് ഈ ഫോഴ്സ് ഉണ്ട്, ഇതുണ്ട്, ഇതുണ്ട്, ഇതുമില്ല. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇത് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഈ 4 ഫോഴ്സസിന് മോമെൻ്റ് എടുക്കണ്ട. 4ൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടി കടന്നു പോകുന്നു. പോയിട്ട് മോമെൻ്റ് എടുക്കേണ്ട 800-ന് വരും, ഈ കമ്പോണൻറ്റിന് വരും, ഈ കമ്പോണൻറ്റിന് വരും. അപ്പോൾ മോമെൻ്റ് കാണാമല്ലോ. സിഗ്മ എം എ ഓൾജിബ്രൈക് സം ഓഫ് മോമെൻറ്റ്സ് അബൌട്ട് എ. എ എടുക്കാൻ കാരണം എ ബേസ് ചെയ്ത് വേണം നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ കാണാൻ. സിഗ്മ എ ഈക്വൽസ് 500 cos 60, 500 cos 60 into perpendicular distance from the reference point, that is 2. 500 cos 200 cos 40. This is the 200 cos 40. ഈ ഫോഴ്സിൻ്റെ മോമെൻറ്റ് അബൌട്ട് ദിസ് പോയിൻറ്റ് 200 cos 40 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാ 3 മീറ്റർ തന്നിട്ടുണ്ട്. 3 ഇത് ക്ലോക്ക് വൈസാണോ ആൻറ്റി ക്ലോക്ക് വൈസാണോ എന്നറിയാനായിട്ട് ഈ എയിൽ കൂടെ ഒരു പെൻസിലോ പെന്നോ വെച്ചിട്ട് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലൊന്ന് പുഷ് ചെയ്ത് നോക്കിയാൽ അത് എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് നോക്കിയാൽ മതി. എയിൽ പെന്നിൻ്റെ ഒരു ടിപ്പ് എയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പെന്നിൻ്റെ ഈ ഭാഗത്ത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലൊരു പുഷ് കൊടുത്താൽ ഇത് ഇങ്ങോട്ടാണ് തിരിയുന്നത് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസാണ്. ക്ലോക്ക് വൈസ് മോമെൻറ്റ് പ്ലസ് എന്നങ്ങ് എടുത്തുകൊള്ളുക. അപ്പോൾ ഇത് പ്ലസ് 200 cos 40 ഇൻറ്റു 3. അടുത്തത് 800 മോമെൻറ്റ് അബൌട്ട് എ എന്ന് പറയുമ്പോൾ 800-ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാ. അതിൽ നിന്നും എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3. അപ്പോൾ 800 ഇൻറ്റു 3 അതും ക്ലോക്ക് വൈസാണ്. അപ്പോൾ പ്ലസ്. അടുത്തത് ഇത് 500 cos 30 ഇതും ക്ലോക്ക് വൈസാണ് അല്ലേ.
അപ്പോൾ 500 cos ഇത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അപ്പോൾ ഇത് വരും 2 പ്ലസ് ഇവിടെ തന്നിട്ടുണ്ട് ഒരു 10 ന്യൂട്ടൺ മീറ്റർ മോമെൻറ്റ്, അതും കൂടി ഇപ്പോൾ എടുക്കണം, അതും ക്ലോക്ക് വൈസാണ്, അപ്പോൾ പ്ലസ് കൊടുക്കണം, +10. ഇതാണ് algebraic sum of moments of all the forces about A in this situation. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3735.6 എന്ന് വരും. ഇനിയും റിസൾട്ടൻ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്, നമുക്ക് പിയുടെ പൊസിഷനാണ് കാണേണ്ടത്. ഈ ദൂരം മാറി എയിൽ നിന്ന് എത്ര അകലത്തിലാണ് ഈ റിസൾട്ടൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇത് അറിയേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുക. എയിൽ നിന്നും റിസൾട്ടൻറ്റിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് അല്ലെ റിസൾട്ടൻ്റ് വെക്ടറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ, അപ്പോൾ ഈ 90 ഡിഗ്രിയാണ്, 6 എന്നിരിക്കട്ടെ ഈ അകലം. എങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മോമെൻ്റ് അബൌട്ട് എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ, ഇതാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എയിൽ നിന്ന്. ക്യാപിറ്റൽ ആർ നമുക്കറിയാം 955.9 ഇൻറ്റു ആർ, ഇതാണ് റിസൾട്ടൻറ്റിൻ്റെ മോമെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് മോമെൻറ്റ്സ് അനുസരിച്ച് റിസൾട്ടൻറ്റിൻ്റെ മോമെൻറ്റ് തന്നെയാണ്, ദറ്റ് ഈസ് ഈക്വൽ ടു sum of moments of all the forces about this same points. ആദ്യം നമുക്കത് കിട്ടിയിട്ടുണ്ട്. 3735.6. ഇതാണ് algebraic sum of moments of all the forces. ഇത് റിസൾട്ടൻറ്റിൻ്റെ മോമെൻറ്റ്. ഈ രണ്ട് മോമെൻറ്റ് ഈക്വൽ ആണെന്ന് പറയുന്ന വാരിഗ്നൺസ് തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മോമെൻറ്റ്സ്. ഇവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആർ ഈസ് ദിസ് ബൈ ദിസ് 3.91 മീറ്റർ. അപ്പോൾ 6 കിട്ടിയോണ്ടായില്ല. ഈ 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കാണാം. 5 അറിയാമല്ലോ. ഇവിടുന്ന് sin 5 ഈക്വൽസ് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയത് sin 5 ഈക്വൽസ് r/AP, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ sin 5 ഈക്വൽസ് from the right triangle AQP, sin 5 equals r/AP. Therefore, AP equals r/ sin 5. That is 3.91 by sin 5 is 80.7. Answer is 3.96 meter. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എയിൽ നിന്നും 3.96 മീറ്റർ അകലത്തിൽ ആക്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇങ്ങനെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സത്യത്തിൽ ഇതിന് 3 മീറ്റർ ഇതിന് ലെങ്ത് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നത് ഇതിന് വെളിയിലെവിടോ ആണെന്ന് അതിനർത്ഥം. അപ്പോൾ ദർ ഇസ് നോ കോൺട്രഡിക്ഷൻ ഇൻ ദാറ്റ്. ഇത്രയും ഫോഴ്സസ് ചേർന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ റിസൾട്ടൻ്റ് ഈ സ്ട്രക്ചറിന് വെളിയിൽ എവിടോ അപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് എന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ അതിനകത്ത് കോൺട്രഡിക്ഷനൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. അപ്പോൾ about this point A, this is the answer. We will see more details, more problems, etc. in the coming postings. Thank you.